ഞങ്ങൾക്കൊരു കൃത്യമായ നിലപാടുണ്ട്. ഇവിടെ ഞങ്ങളെ സാവിയിൽ ആരെ സ്വീകരിച്ചോ, ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ, അത് നിങ്ങളെ മൊയിലിയക്കന്മാര് മീറ്റിംഗ് കൂടിയിട്ട് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നിർദ്ദേശത്തിൽ പോകുന്നത് പോലെയല്ല. അത് നിങ്ങളെ അപ്പുറത്തുനിന്നിട്ട് ഒരാളുണ്ട് കണ്ണുരുട്ടിയാലോ നിങ്ങൾ പറയും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പോയതിന്റെ സാഹചര്യം ഇതാണ്, ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറും. അതേസമയം ഞങ്ങൾ സ്വീകരിച്ച നിലപാട് പഠിക്കണോ നിങ്ങള്? ഞങ്ങൾ എന്തേ പറഞ്ഞത്? ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു ഇസ്ലാമിക വിശ്വാസി എന്ന നിലക്കും ഒരു പരിപൂർണ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക്, അതോടൊപ്പം ഒരു ഭാരതീയൻ എന്ന നിലക്ക്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിനിധി ഞങ്ങളുടെ ശൈഖുനയുടെ സവിധത്തിലെത്തി ഞങ്ങളെ സാവിയ സന്ദർശിച്ചത്, അത് വളരെ വ്യക്തമായി അതിനുശേഷവും ഞങ്ങൾ പറഞ്ഞു, അത് കൃത്യമായി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്കും ഒരു മുസ്ലിം എന്ന നിലക്കും ഞങ്ങൾ ചെയ്തത് 100% ശരിയാണ്, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അതേ ശൈലി ഇപ്പോഴും ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ആരുടെയൊക്കെ അടുത്ത് ചർച്ചക്ക് പോയിട്ടുണ്ടോ, കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലക്ക്, ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലക്ക് ഞങ്ങളാ ചെയ്തതിൽ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് ഈ കുഞ്ഞാടുകളെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇറക്കുന്നതിന് പകരം തൻ്റെ ത്രാണിത്തള്ള ആണത്തള്ള AP സമസ്തയിലെ നേതാക്കളുണ്ടെങ്കിൽ ഔദ്യോഗികമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്ക്. ഞങ്ങളാ പോയത് തെറ്റാണ്, ഇസ്ലാമികമായി തെറ്റാണ്, ഇന്ത്യ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കണോ? കർട്ടന്റെ പുറകിലിരുന്നിട്ട് കുഞ്ഞാടുകളെ കുരങ്ങ് കളിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നവരല്ല മശായിഖന്മാരുടെ മക്കൾ. ഞങ്ങൾക്കൊരു കൃത്യമായ നയമുണ്ട്, നിലപാടുണ്ട്. ഞങ്ങൾ യോജിക്കേണ്ട മേഖലകളിൽ ശക്തമായി യോജിക്കും, വിയോജിക്കേണ്ട മേഖലകളിൽ അതിശക്തമായി വിയോജിക്കുകയും ചെയ്യും. അതിന് ഞങ്ങളുടെ വാല് ആരുടെയും മമ്മിയുടെ ചുവട്ടിലല്ല. ഞങ്ങൾക്കൊരേ ഭാഗത്തേക്ക് നോക്കേണ്ടതുള്ളൂ, ഒരേ നിർദ്ദേശമേ അംഗീകരിക്കേണ്ടതുള്ളൂ. ഞങ്ങളെ കരളിന്റെ കഷ്ടങ്ങളായ ഞങ്ങളെ മശായിഖന്മാരെ മാത്രം. അതിന്റെ അപ്പുറത്തേക്ക് ഒരുത്തനെയും ഞങ്ങൾക്ക് നോക്കേണ്ടതില്ല.